ഹായ് നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ തന്നെ മാറ്റിമറിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കുഞ്ഞു ടിപ്പായിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഈ കുഞ്ഞു ടിപ്പാണെങ്കിലും അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ വളരെ എഫക്റ്റീവാണ്. നമുക്ക് അതുവഴി നമ്മൾക്ക് നല്ല മനസ്സമാധാനവും സന്തോഷമൊക്കെ കിട്ടും. നമുക്ക് ജീവിതത്തിൽ തന്നെ എന്ത് പ്രശ്നം വന്നാലും അതൊക്കെ നമുക്ക് നേരിടാം. ഇത് നമ്മളെ കൂടുതൽ കൂടുതൽ ബെറ്ററാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെയുള്ള സംഭവങ്ങൾ എന്നൊക്കെ ഉള്ളൊരു ആറ്റിറ്റ്യൂഡും നമ്മളെ മനസ്സിനെ തന്നെ കൺട്രോൾ ചെയ്ത് വെക്കാനും അതുപോലെ തന്നെ നമ്മളെ മനസ്സിനെ നമ്മൾ സോഫ്റ്റാക്കി സന്തോഷമായിട്ടൊക്കെ കൊണ്ട് നടക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു കുഞ്ഞു ടിപ്പാണ്. പക്ഷെ കാര്യം സിമ്പിളാണെങ്കിലും അതിൻ്റെ റിസൾട്ട് ഭയങ്കര വലുതാണ്. നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ജീവിതത്തെ നമ്മളെ എങ്ങോട്ട് കൊണ്ടുപോകണം, ഏത് രീതിയിലാണ് നമ്മുടെ ജീവിതം ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മളെ തീരുമാനിക്കുന്നത് നമ്മളെ ചിന്തകളാണ്. നമ്മളെ മനസ്സിലേക്ക് നമ്മൾ കൊടുക്കുന്ന നെഗറ്റീവ് ചിന്തയാണെങ്കിലും അതിൻ്റെ റിസൾട്ട് നമുക്ക് നെഗറ്റീവായിരിക്കും, നമുക്ക് ലഭിക്കുന്നത് നെഗറ്റീവായിരിക്കും. അതേസമയം നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളെ മനസ്സിലേക്ക് കൊടുക്കുകയും ചിന്തിക്കുകയും അതിനുവേണ്ട കാര്യങ്ങളിലൊക്കെ നമ്മൾ ഫോക്കസ് കൊടുക്കുകയൊക്കെ ചെയ്യണത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളും എല്ലാം നല്ല കാര്യങ്ങളായിരിക്കും. ഇനി മോശം കാര്യങ്ങളാണെങ്കിലും അത് നല്ലതിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാനും നമുക്ക് വേണ്ടതിലേക്ക് മാത്രം ശ്രദ്ധിക്കാനൊക്കെ കഴിയും. അതിൽ നമ്മൾ ചിന്തകളിൽ ശ്രദ്ധിച്ചാൽ മാത്രമേ ഇതൊക്കെ നേടിയെടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവ് കാര്യങ്ങളിലേക്കായിരിക്കും നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. നമ്മൾ നമ്മളെ ചിന്തകളിലേക്കൊക്കെ ശ്രദ്ധ കൊടുക്കുമ്പോൾ ആ നെഗറ്റീവ് കാര്യങ്ങളിലേക്ക് ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കണം. നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തിയിട്ട് ആ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോഴും നമുക്ക് ആ വേണ്ട കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ കഴിയും. അപ്പം വേണ്ട കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുമ്പോഴേക്കും നമ്മുടെ മുന്നിൽ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ വേണ്ട കാര്യങ്ങളാണ്. അപ്പം നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇനി എന്ത് സംഭവിച്ചാലും അത് നല്ലതിനാണെന്ന് വിചാരിക്കുക. അതിൽ എന്തെങ്കിലും കാര്യങ്ങൾ കാണും നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. അത് കണ്ടെത്തിയിട്ട് അത് പഠിച്ചിട്ട് അത് നമ്മളെ ആ ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ജീവിതത്തിലേക്ക് ആ കാര്യങ്ങൾ വരുന്നത്. അത് നല്ലതിനാണെന്ന് നമ്മൾ കരുതുക. പക്ഷെ നമുക്ക് അപ്പോഴത് സഹിക്കാൻ നമുക്ക് കഴിയണമെന്നില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പം നമുക്ക് മനസ്സിലാകും നമ്മളെ ജീവിതത്തിൽ ആ കാര്യം സംഭവിച്ചത് നന്നായിരുന്നു എന്ന് നമുക്കത് മനസ്സിലാക്കും. നമ്മൾ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് നല്ലതിനാണെന്ന് നമ്മൾ കരുതുക. പിന്നെ ഉണ്ടായിരുന്ന ഒരു ജോലി നഷ്ടപ്പെട്ടു. ആ സമയത്ത് നമുക്ക് ആ ഒരു വരുമാനമൊക്കെ കിട്ടുന്ന ഒരു ജോലി നഷ്ടപ്പെട്ടു. അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് വിചാരിച്ചിരുന്ന ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് ആ ഒരു വീട് വെക്കാൻ വേണ്ടി എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നു. പെട്ടെന്ന് അത് നഷ്ടപ്പെട്ടു. അങ്ങനെ നമുക്ക് എന്തും അടുത്ത് കിട്ടും എന്നുള്ള രീതിയിലായിട്ട് വരെ അത് നഷ്ടപ്പെട്ടു എന്നൊക്കെ ഉള്ള സാഹചര്യങ്ങൾ വരില്ലേ. ആ സമയത്തൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഡൗൺ ആവുകയും സ്വയം ശപിക്കുകയും വിഷമിക്കുകയും ദുഃഖിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അത് നമുക്ക് വിഷമമാണെങ്കിലും നമ്മളത് കരുതുക, ഇത് സംഭവിച്ചത് ഇതിനേക്കാളും ബെറ്ററായിട്ട് നമുക്ക് നല്ലത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം അവിടെ നഷ്ടമായത് എന്ന് നമ്മൾ ചിന്തിക്കുക, നമ്മൾ കരുതുക. അല്ലാതെ അയ്യോ എനിക്കിത് നഷ്ടപ്പെട്ടല്ലോ, ഞാൻ അത്രയ്ക്ക് ആഗ്രഹിച്ചിരുന്ന കാര്യമല്ലേ, എനിക്ക് ഇനി ഇതില്ലെങ്കിൽ ഞാൻ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ള നെഗറ്റീവ് ചിന്തകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഡൗൺ ആയി പോവുകയും ചെയ്യും. നമുക്ക് ജീവിതത്തിൽ ഒരു ഉയർച്ചയും ഉണ്ടാവില്ല. നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ള കാര്യവും നമ്മൾക്ക് കണ്ടെത്താൻ കഴിയില്ല. അത് നമ്മൾ അപ്പോൾ വിചാരിക്കുക ഈ സംഭവം നമുക്ക് നഷ്ടപ്പെട്ടത് ഇതിനേക്കാളും ബെറ്ററായിട്ടുള്ള കാര്യം നമ്മുടെ ജീവിതത്തിൽ വരാൻ വേണ്ടിയിട്ടാണെന്നുള്ളൊരു പോസിറ്റീവ് ചിന്ത നമ്മൾ കൊടുക്കുക. ഇതിൻ്റെ ഒരു പരീക്ഷണമാണ്. ഇതിനേക്കാളും ബെറ്ററായിട്ടുള്ള കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് വരും, അത് വരാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം നമ്മളിലേക്ക് നഷ്ടപ്പെട്ടത് എന്നിട്ടുള്ള ഒരു പോസിറ്റീവ് ചിന്ത നമ്മൾ കൊടുക്കുക. അങ്ങനെയുള്ള ഒരു നല്ലൊരു പോസിറ്റീവ് ചിന്ത കൊടുക്കുമ്പം തന്നെ നമുക്ക് അടുത്ത നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുകയും നമ്മൾ ദൈവത്തിൽ ഉറച്ച് വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് യൂണിവേഴ്സ് അതിനേക്കാളും ബെറ്ററായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കും. ആ കാര്യം നമുക്ക് നഷ്ടപ്പെട്ടത് അതിനേക്കാളും ഒരു വലിയ കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് അത് നടത്തിത്തരാൻ വേണ്ടിയിട്ടാണ്. ആ കുഞ്ഞു കാര്യങ്ങളിൽ ഒതുങ്ങിയിരിക്കേണ്ട വ്യക്തിയല്ല. നിനക്ക് അതിനേക്കാളും കഴിവും പൊട്ടൻഷ്യലും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ നിനക്ക് അതിനേക്കാളും വലിയ ഓപ്പർച്യൂണിറ്റി
വേണ്ടിയിട്ട് നമ്മുടെ മുന്നിലേക്ക് തുറന്ന് തരാൻ വേണ്ടിയിട്ട് വേണം നമുക്ക് ആ കാര്യം നഷ്ടപ്പെട്ടത് എന്നുള്ള ഒരു ചിന്ത കൊടുക്കുക അപ്പോഴും. എന്നിട്ട് നമ്മൾ പോസിറ്റീവായി ചിന്തിക്കുകയും നല്ല വലിയ കാര്യങ്ങൾ പോസിറ്റീവായിട്ടൊക്കെ ചിന്തിക്കുകയും ചെയ്താൽ നമുക്ക് ആ കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരികയും നമുക്കത് നേടിയെടുക്കാനുള്ള സാഹചര്യങ്ങളും വ്യക്തികളൊക്കെ നമ്മുടെ മുന്നിലേക്ക് വരികയും അത് നേടിയെടുക്കാൻ കഴിയുകയും ചെയ്യും. അല്ലാതെ നമുക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങളെ ഓർത്ത് ദുഃഖിച്ച് നിലവിളിച്ച് നമ്മൾ പരാതിയും പരിഭവവും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർച്ചയും ഉണ്ടാകത്തില്ല. നമ്മൾ കൂടുതൽ കൂടുതൽ വീണ്ടും അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കുകയുള്ളൂ. നമ്മൾ വീണ്ടും ആ ലെവലിലേക്ക് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയുള്ളൂ. അതിന് പകരം അത് നമ്മൾ ദൈവത്തിൻ്റെ ഒരു പരീക്ഷണമാണ്. അതിനേക്കാളും ഒരു ബെറ്ററായിട്ടുള്ള ഓപ്ഷൻ നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് അങ്ങനെ പരീക്ഷണം തന്നത്. അതുപോലെ ജീവിതത്തിൽ സാഹചര്യങ്ങളായിരുന്നാലും നമ്മൾ സ്നേഹിച്ചിരുന്ന വ്യക്തികളായിരുന്നാലും നമ്മൾ അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്ന വ്യക്തികൾ നമുക്ക് പണി തരികയും നമ്മളെ ഒന്നിനും കൊള്ളാത്ത ഒരു വ്യക്തിയായിട്ടൊക്കെ കണക്കാക്കിയൊക്കെ ചെയ്യും. അപ്പോഴൊക്കെ നമ്മൾ അനുഭവിക്കുന്ന പെയിൻ എന്ന് പറയുന്നത് അത്രയും വലിയ പെയിനായിരിക്കും. അതൊക്കെ നമ്മൾ നേരിടണം. അതിനേക്കാളും ബെറ്ററായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അവരുടെ സ്വഭാവം അങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കാനും നമുക്ക് ആ വ്യക്തികളിൽ നിന്നല്ല നമ്മൾ അല്ലാതെ തന്നെ നമ്മളെ ഒരുപാട് പേര് നമ്മളെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഉണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് തരാനൊക്കെ വേണ്ടിയിട്ട് ദൈവം നമ്മളെ പരീക്ഷിച്ചതാണ് എന്നുള്ളൊരു ചിന്താഗതിയിലൂടെ നമുക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുത്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പം നമുക്ക് നമ്മൾ കൂടുതൽ സന്തോഷവതിയാവുകയും ചെയ്യും. നമുക്ക് വേണ്ടതായിട്ടുള്ള ഓപ്പർച്യൂണിറ്റികൾ നമ്മുടെ മുന്നിലേക്ക് തെളിഞ്ഞ് തന്നെ വരികയും ചെയ്യും. ഇതിനെല്ലാം നമ്മുടെ മുഖ്യ ഘടകമെന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡിനെ ശ്രദ്ധിക്കുക. നമ്മുടെ മൈൻഡിൽ വേണ്ട കാര്യങ്ങൾ മാത്രം കൊടുക്കുക. ആവശ്യമില്ലാത്ത നെഗറ്റീവ് കാര്യങ്ങളെല്ലാം കൊടുത്ത് നിറച്ച് നമ്മുടെ മൈൻഡിനെ വെറുതെ ഡിസ്റ്റർബാക്കി നമ്മളെ ഡൗൺ ആക്കി വേണ്ടാത്ത കാര്യങ്ങളിലൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കുക. വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ കണ്ടെത്തി മൈൻഡിൽ കൊടുത്ത് ആ കാര്യങ്ങൾ നമ്മൾ സന്തോഷമായിട്ട് ഇരിക്കാനുള്ള കാര്യങ്ങളും നമ്മൾ കൂടുതൽ ബോൾഡായിട്ട് ഇരിക്കാനുള്ള കാര്യങ്ങളും നമുക്ക് വേണ്ട സ്നേഹബന്ധങ്ങളൊക്കെ നല്ല റിലേഷൻഷിപ്പൊക്കെ നേടിയെടുക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ കണ്ടെത്തി അതിലേക്ക് ഫോക്കസ് കൊടുക്കുമ്പോൾ നമ്മൾ കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. നെഗറ്റീവ് മൈൻഡിൽ നിന്ന് മാറി പോസിറ്റീവ് മൈൻഡിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ സംഭവിക്കും. നമ്മൾ വേണ്ട കാര്യങ്ങളായിരിക്കും നമ്മൾ കൂടുതലായിട്ട് ജീവിതത്തിലേക്ക് വന്നെത്തുന്നത്.